നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തിനാ ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ഇതുപോലെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് ആന്റി എന്തിനാ എന്റെ ടെൻഷൻ കൂട്ടുന്നത്? അബദ്ധം പറ്റാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? പാർവതിക്ക് പറ്റിയൊരു അബദ്ധം, അത്രേ ഉള്ളൂ. സോ പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിട്. ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ. പാർവതി, നീ വിശാലിനെ മുറി കൊണ്ട് കിടത്തിയിട്ട് ഈ എണ്ണയൊക്കെ തുടച്ചു മാറ്റി. എണ്ണ ഇവിടെ തുടച്ചു മാറ്റട്ടെ. വിശാലിനെ ഞാൻ റൂമിൽ കൊണ്ടുപോയി കിടത്തി. എന്നെ ആരും പിടിച്ചുകൊണ്ട് പോയി കിടത്തണ്ട. ഞാനേ പൊയ്ക്കോളാം. ഇനി ഇതിന്റെ പേരില് പാർവതി ആരും ചോദ്യം ചെയ്യാനും നിൽക്കണ്ട. എന്തോന്നാ ഇത്? എന്താ പാർവതി ഇത്? വിശാൽ സാർ ഒന്നിരിക്കുക. ഇനി പച്ചില മരുന്ന് പുരട്ടിത്തരാം. പെട്ടെന്ന് മുറിവുണങ്ങും. ഇരിക്കൂ സാർ. ഏയ്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല പാർവതി. ഒരു ഓയിന്റ്മെന്റ് തേച്ചാൽ മതി, ഇതങ്ങ് മാറിക്കോളും. ചെറിയൊരു ചതവല്ലേ ഉള്ളൂ. അങ്ങനെയല്ല വിശാൽ സാർ. സാർ ഇരിക്ക, ഞാനിത് പുരട്ടിത്തരാം. അല്ലെങ്കിൽ ആ മുറിവ് ഉണങ്ങില്ല. കഴിഞ്ഞ പ്രാവശ്യം മുറിഞ്ഞ അതേ ഭാഗത്താ ഇപ്പോഴും മുറിഞ്ഞിരിക്കുന്നത്. നിന്നോടെ വാദിച്ച് ജയിക്കാൻ പാടാ. പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, ഞാനിവിടെ ഇരിക്കാം. നീ എന്തിനാ കരയുന്നേ? ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ആർക്കും പറ്റും. ഇതൊരു നിസാര മുറിവല്ലേ? വിട്ടുകള പാർവതി. ഇതിനാണോ നീ കരയുന്നേ? അയ്യേ, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല വിശാൽ സർ. ഞാൻ കാരണമല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ മനഃപൂർവ്വം ചെയ്തതല്ലോ, സംഭവിച്ചു പോയതല്ലേ. നിന്റെ കയ്യിന്നറിയാതെ എണ്ണ വീണു. ഞാൻ ആ സമയത്ത് അറിയാതെ ആ വഴി വന്നു. ആ സമയത്ത് ഞാനും വീണു, കൂടെ നീയും വീണു. അത്രയല്ലേ ഉള്ളൂ. നടക്കേണ്ടതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും പാർവതി. ആഘോരി സ്വാമി പറഞ്ഞത് എനിക്കെല്ലാം അറിയും. വിശാൽ സാറിന് അപകടം ഉണ്ടാവുന്നതിന് കാരണം ഞാനായിരിക്കുമെന്ന്. അപ്പോ ഞാൻ എങ്ങനെ ഇതിനെയൊക്കെ നിസ്സാരമായി കാണും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.